എക്സാം ഒക്കെ അടുത്തു, ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. പഠിക്കാൻ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ പഠിക്കാനിരിക്കുകയാണെങ്കിൽ തന്നെ കോൺസെൻട്രേഷനും ഇല്ല, ഫോക്കസും ഇല്ല. ഇത്രയും പ്രോബ്ലംസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കല്ലു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന, വെറും കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന 5 ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നോ യുവർ ബെസ്റ്റ് സ്റ്റഡി ടൈം. ഒരുപാട് പേർക്ക് രാത്രി വൈകിയിരുന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലപ്പോൾ രാവിലെ നേരത്തെ ഇരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം. സോ ചിലർക്കല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യാനായിരിക്കും ഇഷ്ടം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളിൽ ഏതൊരു പേഴ്സണാണ്, നിങ്ങൾക്ക് രാവിലെയാണോ സ്കൂളിൽ പോയി പഠിക്കാനാണോ രാത്രി പഠിക്കാനാണോ ഇഷ്ടം, ആൻഡ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചുകൂടി ഫേവറബിൾ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ദെൻ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് പ്രയോറിറ്റൈസ് യുവർ ടാസ്ക്. ഇവിടെ നമുക്ക് സമയം വളരെ കുറവാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യാനുണ്ടാവും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത്, ഇമ്പോർട്ടൻ്റ് അല്ലാത്തത്, ആദ്യം പഠിച്ച് തീർക്കേണ്ടത്, ഏറ്റവും ടഫ് ഏതാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇനി പഠിച്ചു തുടങ്ങാൻ. സോ ആദ്യം ഏത് ചാപ്റ്റർ പഠിക്കണം, ആദ്യം ഏത് സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ അതാണ് നമ്മുടെ തേർഡ് ടിപ്പ്, ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ടിപ്പ് പ്രയോറിറ്റൈസ് യുവർ ടാസ്ക് എന്നുള്ള ആ ഒരു ടിപ്പ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫേവറബിൾ ആയിരിക്കണം. നമുക്ക് പഠിക്കാൻ തോന്നുന്ന ടൈമിൽ വേണം നിങ്ങൾ ആ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഫോർത്ത് ടിപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് യുവർ എൻ്റർടൈൻമെൻറ്റ്സ്. നമുക്കിന്ന് സമയം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ കുറയ്ക്കണം. നിങ്ങൾ ഫോൺ നോക്കിയിരിക്കുന്ന ടൈം കുറയ്ക്കണം, ടി വി നോക്കിയിരിക്കുന്ന ടൈം കുറയ്ക്കണം, കളിക്കേണ്ട ടൈമൊക്കെ കുറയ്ക്കണം. പകരം നിങ്ങൾ മാക്സിമം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. മറ്റുള്ള കാര്യങ്ങൾ, എക്സസൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. മറ്റുള്ള അനാവശ്യമായി നിങ്ങൾ ടൈം ചിലവഴിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ ദ ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മെനി ക്വസ്റ്റ്യൻസ്. നമുക്ക് PYQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഓണായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, ദെൻ അതിലൊരു ക്വസ്റ്റ്യൻ എടുക്കുക, അതിനുശേഷം നിങ്ങൾ ഓണായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, അതിനുശേഷം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. സോ ഈ ഒരു 5 ടിപ്സ് നിങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അതിനുശേഷം ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഹെൽപ്ഫുള്ളും യൂസ്ഫുൾ ആയിട്ട് തോന്നി നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ഫ്രം കല്ലു.